നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വിഷു ആഘോഷിക്കാൻ വേണ്ടി വരികയാണ്. രാവിലെ തന്നെ ചായ ഒക്കെ കുടിച്ച് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് നോക്കി നിൽക്കാം. അപ്പോൾ ഒരു ബസ്സൊക്കെ വന്ന് അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ കുടുംബക്ഷേത്രം. ഇതാണ് നമ്മളുടെ വീട്. നമ്മളെ വീട്ടിൽ വന്നു. അതിനുശേഷം പിന്നെ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ എന്തോ സാധനമൊക്കെ മേടിച്ച് വരുന്നുണ്ട്. പിന്നെ ആവശ്യമാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന തരത്തിലും പിന്നെ ഞങ്ങൾ ഒരുപാട് മേശാപ്പൂത്തിരി പിന്നെ പൂത്തിരി അങ്ങനെ കുറെ പടക്കം പൊട്ടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അടിപൊളി വിഷു സദ്യയൊക്കെ കഴിച്ച് കറികളൊക്കെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ വിഷുക്കണി. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഒരുക്കിയ വിഷുക്കണിയായിരുന്നത്. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി, ഞാൻ അവർക്ക് വീട്ടിൽ പോയി അവിടെ നിന്ന് ഗോളിസോടൊക്കെ കുടിച്ച് പിന്നെ പിള്ളേരുടെ ഡാൻസ് ഒക്കെ വെറുതെ ഇരുന്ന് കാണായിരുന്നു. അവര് കുറച്ച് പിള്ളേരായതുകൊണ്ട് പിന്നെ രസമായിരുന്നു. ആര് ജയിച്ചേ? ബീച്ചിൽ വന്നതിന് ശേഷം പിന്നെ ഫുള്ള് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ അൽഫാമൊക്കെ ഉണ്ടാക്കായിരുന്നു. അന്നത്തെ സ്പെഷ്യൽ അൽഫാമും പൊറോട്ടയായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അൽഫാം ഉണ്ടാക്കി, പിന്നെ പൊറോട്ട, പിന്നെ എല്ലാവർക്കും ബിയറൊക്കെ മേടിച്ച്.